ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്പം പൈസ കടം വാങ്ങി, നിശ്ചയദിവസം കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹം എന്നെ തെറി പറഞ്ഞു, ശകാരിച്ച് പ്രഹരിച്ച്. നല്ല ആരോഗ്യമില്ലടോ, എന്താ ഒന്നങ്ങ് കൊടുത്താൽ. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ പ്രവാചകൻ, അത് വല്ലാത്തൊരു വാചകം, എൻ്റെ പ്രവാചകൻ ആത്മനിഷ്ഠയോടുകൂടി പറഞ്ഞു, എൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, വാക്ക് കൊടുത്താൽ പാലിക്കണം. ഞാൻ കരാർ ലംഘിച്ചിരിക്കും, നിശ്ചയദിവസം പണം കൊടുക്കാൻ കഴിഞ്ഞില്ല, തെറ്റാ ചെയ്തു. എന്നെക്കാൾ പ്രായമുള്ള ആ മനുഷ്യൻ അടിക്കൂടി ചെയ്താലോ, വലിയ തെറ്റ് ചെയ്തവനാകും. അങ്ങനെ എനിക്കെൻ്റെ നാഥനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല. അപ്പോൾ പിക്താൾ ആലോചിച്ചു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച നിരക്ഷനായ മുഹമ്മദിൻ്റെ വാക്കുവഴി ചെറുപ്പക്കാരൻ ഇത്രയേറെ സ്വാധീനിച്ചോ എന്ന്. അങ്ങനെയാണ് പ്രവാചകനെ പഠിച്ചത്. ഖുർആൻ പഠിച്ചു, ഇസ്ലാം സ്വീകരിച്ചു, വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ചു. അതിന് ഒന്നാമത്തെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തയ്യാറാക്കിയ ഇസ്ലാമിക പണ്ഡിതൻ പിക്താളായി മാറി. ആ ഗ്രന്ഥം വെച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് കാരണമാണ് ചെറുപ്പക്കാരൻ. നിങ്ങൾ പക്ഷേ കേട്ടോ, ആധുനിക ലോകത്ത് ഇസ്ലാം സ്വീകരിച്ച വളരെ പ്രമുഖയായ പെണ്ണാണ്, സ്ത്രീയാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറുടെ സഹോദരി, ഭാര്യയുടെ സഹോദരി ലോറൻ ബൂത്ത്. അവർ ഇസ്ലാം സ്വീകരിച്ചു. ഫലസ്തീൻ വന്നപ്പോഴുണ്ടായ അനുഭവമാണ്. ഫലസ്തീൻ അവർ ഭീകര രാഷ്ട്ര കേട്ടിരുന്നത്, പക്ഷെ വന്നപ്പോൾ അവിടെ നിന്ന് അവർക്ക് കിട്ടിയ സൽക്കാരം, സ്വീകരണം, നല്ല പെരുമാറ്റമാണ് ലോറൻ ബൂത്ത് എന്ന ടോണി ബ്ലെയറുടെ ഭാര്യ സഹോദരി ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചാനലാണല്ലോ MTVയുടെ അവതാരക ക്രിസ്റ്റിന ബേക്കർ ഇസ്ലാം സ്വീകരിക്കാൻ ഇപ്പോഴും നമ്മുടെ കാലത്ത് കാരണമായതാരാ? അത് പാകിസ്ഥാനികളുമായുള്ള അവരുടെ ബന്ധമാണ്. യുവാൻ അലി എന്ന മാധ്യമ പ്രവർത്തകയെ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നമ്മൾ അനുഭവങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, അടിയാറ് പോലും അങ്ങനെയാണ്, ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സാക്കിക്കൊണ്ട് ഇസ്ലാമിനെ പ്രബോധന ദൗത്യം നിർവഹിക്കുക, ഇസ്ലാമിനെ മനസ്സാക്കാൻ അവസരമൊരുക്കുക. അനുഭവത്തിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ഇസ്ലാമിൻ്റെ ദഅവത്ത്. രണ്ടാമത്തേത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംസ്കരണമാണ്. സ്വാഭാവികമായും ഒരു ഖൈറു ഉമ്മത്തെ അവിടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഡോക്ടർമാർ മറ്റെല്ലാ ഡോക്ടർമാർക്കും മാതൃകയാകുന്നവരായി മാറുക, എഞ്ചിനീയർമാർ മറ്റ് എഞ്ചിനീയർമാർക്ക് മാതൃകയാകുന്നവരായി മാറുക, നമ്മുടെ പ്രൊഫഷണലുകൾ മറ്റ് പ്രൊഫഷണലുകൾക്ക് മാതൃകയാകുന്നവരായി മാറുക, നമ്മുടെ ഭർത്താക്കന്മാർ ഹൈന്ദവ ക്രൈസ്തവ മതമുള്ളവരും ഇല്ലാത്തവരുമായ ആളുകളിലേക്ക് മാതൃകയായി മാറുക, നമ്മുടെ പിതാക്കന്മാർ അച്ഛന്മാർക്ക് മാതൃകയായി മാറുക, നമ്മുടെ മക്കൾ മറ്റു മക്കൾക്ക് മാതൃകയായി മാറുക, നമ്മുടെ അയൽക്കാർക്കായി മാതൃകയായി മാറുക. ഇസ്ലാമിൻ്റെ പ്രബോധനം ജീവിതത്തോടെ നിർവഹിക്കുന്ന, അതിൻ്റെ പ്രതിദാനം നിർവഹിക്കുന്ന ഖൈർ ഉമ്മത്ത്, ഉത്തമ സമൂഹം, മാതൃകാ സമൂഹം ആയി മാറുക. അതിനാ സമൂഹത്തെ മാറ്റിയെടുക്കുക. പിന്നെ ഈ രാജ്യത്തെ മർദ്ദിതരായ സമൂഹങ്ങളുടെ മോചനമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും അവകാശം നിഷേധിക്കപ്പെട്ട മുസ്ലിങ്ങളും ആദിവാസികളും ദലിതുകളും എല്ലാം ഉൾപ്പെടെയുള്ള മർദ്ദ സമൂഹത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്കും അവരുടെ വിമോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് മൂന്നാമതായി നടക്കേണ്ടത്. തീർച്ചയായും ആ പോരാട്ടം ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ നിർവഹിക്കേണ്ട 3-4 മാർഗങ്ങളുണ്ട്. അത് തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതൊന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം തന്നെയാണ്. രണ്ടാമത്തേത് ആദിവാസികളും ദലിതും പിന്നാക്കക്കാരും ഉൾപ്പെടെയുള്ള അടിച്ചമർക്കപ്പെട്ട മർദ്ദിതരായ അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ്. മൂന്നാമത്തെ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള മാനവിക കൂട്ടായ്മയാണ്. നാലാമത്തെ ഇവിടെ സൂചിപ്പിച്ച ആദർശബോധം കൊണ്ട് ധീരരായ കരുത്തരായ സമൂഹമായി മാറുക എന്ന രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്ന ചില രക്തസാക്ഷികൾ ഉണ്ടാവണമെന്നാണ്. വയത്തഹിതമെനിക്കും ശുഹദാൻ, ചില രക്തപുഷ്പങ്ങൾ ഉണ്ടാവണം, രക്തസാക്ഷികൾ ഉണ്ടാവണം, രക്തനക്ഷത്രങ്ങൾ ഉണ്ടാകണം. ആ രക്തനക്ഷത്രങ്ങളാണ് ചരിത്രത്തിൽ ജനകോടികൾക്ക് ആവേശം പകരുന്ന പ്രകാശ ഗോപുരങ്ങളായി മാറാറുള്ളത്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരിക്കലും ജേതാക്കളുടെ വിജയികളുടെ ജയാരവങ്ങളല്ല തലമുറകൾക്ക് പ്രചോദനം നൽകാറുള്ളത്. മറിച്ച് പലപ്പോഴും കടുത്ത മർദ്ദന പീഡനങ്ങൾ അനുഭവിക്കുന്നവരുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും രക്തത്തിൻ്റെയും കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും അനുഭവങ്ങളാണ് തലമുറകൾക്ക് എപ്പോഴും പ്രചോദനമായി മാറാറുള്ളത്. അതുകൊണ്ട് തന്നെ മർദ്ദിതരായ ജനസമൂഹത്തോടൊപ്പം നിന്ന് അവിടെ കൂടെ ചേർന്ന് നിന്ന് അവിടെ വിമോചനം എന്നതാണ് മൂന്നാമതായി നമ്മൾ നിർവഹിക്കുന്നത്. നാലാമതായി ജനസേവന പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ മനുഷ്യരുടെ ഉത്തരവാദിത്തം നിർവഹണമെന്നാണ്. എത്ര നൽകുന്നു എന്നതാണ്. നിങ്ങൾ ബിൽഗേറ്റ്സിനെ കുറിച്ച് കേട്ടിരിക്കും. ബിൽഗേറ്റ്സ് വളരെ സമ്പന്നനാണ്, നിങ്ങൾക്കറിയാൻ മതി. പക്ഷേ ബിൽഗേറ്റ്സിനോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യവാനാണ്, നിങ്ങൾക്ക് ആര് ചോദിക്കുന്നു കൊടുക്കാമെന്ന്. ബിൽഗേറ്റ്സ് പറഞ്ഞു, അങ്ങനെയല്ല സംഭവം. ഞാൻ മുമ്പ് വളരെ ദരിദ്രനായിരുന്നു. അത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ പത്രക്കാരായ കുട്ടീൻ്റെ പത്രം എടുക്കുന്നു. അയാൾ തലക്കെട്ട് ഇങ്ങനെ വിളിച്ച് പറയും. അപ്പോൾ എനിക്ക് ആ പത്രം കിട്ടിയാൽ കൊള്ളാൻ തോന്നി. ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടി വെച്ച് പത്രമാണല്ലോ വെച്ച്. പത്രം വേണ്ടിയിരുന്നു, പക്ഷേ പൈസ അല്ലാന്ന്. അപ്പോൾ പറഞ്ഞു, സാറിന് ഒരു പത്രമല്ലേ, ഞാൻ പത്രം തന്നു. 3-4 മാസം കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ പോകുമ്പോൾ പത്രക്കാരൻ വിളിക്കേണ്ടി ഒരു തലക്കെട്ട് ഇങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ പത്രം വാങ്ങാൻ തോന്നി എനിക്ക്, പക്ഷേ പൈസ ഉണ്ടായിരുന്നില്ല.
ഞാൻ അങ്ങനെ നോക്കി ആ കുട്ടിയെ. അപ്പോൾ കുട്ടി ചോദിച്ചു പത്രം വേണമെന്ന് തോന്നുന്നല്ലോ. നോക്കിയാണ്ട് പത്രം കിട്ടിയാകും നന്നായിരുന്നു, പക്ഷെ പൈസ ഇല്ലല്ലോ. അപ്പോൾ പത്രക്കാരൻ മനസ്സിലാരല്ല, ലാഭത്തിനല്ലേ ഒരു പത്രം എടുത്തോളാണ്. 19 കൊല്ലത്തിന് ശേഷം ബിൽഗേറ്റ്സ് വലിയ സമ്പന്നനായി. അപ്പോൾ ബിൽഗേറ്റ്സ് തോന്നി ഈ പത്രക്കാരനായ കുട്ടിക്ക് ഒരു പ്രത്യുപകാരം ചെയ്യണമെന്ന്. അങ്ങനെ അന്വേഷിച്ച് പത്രം വിറ്റ് തന്ന കുട്ടിയെ കണ്ടെത്തി. അപ്പോൾ പത്രക്കാരൻ ചോദിച്ചു നിനക്കെന്നെ അറിയോച്ചു. അറിയാതെ, നിങ്ങൾ ബിൽഗേറ്റ്സ് അല്ലേ, നിങ്ങൾ അറിയാത്ത ആരാ ലോകത്തുള്ളത്? അല്ല, നീ നമ്മളെ ബന്ധറിയോ? അറിയാം, ഞാൻ നിങ്ങൾക്ക് 2 പത്രം വെറുതെ തന്നിട്ടുണ്ട്, അതിന് പ്രത്യുപകാരം ചെയ്യാനാണ് ഞാൻ വന്നേറ്. അപ്പോൾ പത്രം വിറ്റിരുന്ന മനുഷ്യൻ പറഞ്ഞു അത് നിങ്ങൾക്ക് സാധ്യമല്ല. പറഞ്ഞു നീ എന്ത് ചോദിച്ചാൽ മാത്രം അത് നിങ്ങൾ തന്നേക്കാം, പക്ഷെ അന്ന് ഞാൻ ദരിദ്രനായിരിക്കുകയാണ് നിങ്ങൾക്ക് ദാനം നൽകി. ഇന്ന് നിങ്ങൾ സമ്പന്നനാണ്. ദരിദ്രൻ്റെ ദാനത്തിന് സമാനമായ ഒരു ദാനവും ലോകത്തില്ല എന്ന് ബിൽഗേറ്റ്സിനെ കുറിച്ച് പറഞ്ഞ സംഭവം. അതുകൊണ്ട് എന്ത് നൽകുന്നു എന്നല്ല, എങ്ങനെ നൽകുന്നു എന്ന ഒരു സൂഫി കഥയുണ്ട്. ഒരു പരമദരിദ്രനായ മനുഷ്യൻ അള്ളാഹിനോട് ചോദിച്ചു, എന്താ പടച്ചോനെ നീ എന്നോട് എന്നെങ്ങനെ പാവാക്കി, എന്താ പൈസക്കാരനാക്കാത്തി ചോദിച്ചു. അപ്പം അള്ളാഹു പറഞ്ഞു, എടോ നീ വലിയ പിഷ്കനാണ്, പിന്നെ എങ്ങനെ എനിക്ക് ഞാൻ പണം തരാ വെച്ചു. ഞാൻ പിഷ്കനോ? എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ പിഷ്കനാകാം? നിനക്ക് ഞാൻ 2 കൈകൾ നൽകിയില്ലേ, കരുത്തുള്ള 2 കൈകൾ, അതുകൊണ്ട് നീ ആർക്കെങ്കിലും വല്ല ഉപകാരം ചെയ്തോ? നിനക്ക് ഞാൻ 2 കാലുകൾ നൽകിയില്ലേ, അതുമായി നടന്ന് ആരെങ്കിലും നീ സഹായിച്ചോ? നിനക്ക് ചുണ്ടിനകളൊരു നാവ് നൽകിയില്ലേ, ആർക്കെങ്കിലും ആശ്വാസവചനങ്ങൾ പറഞ്ഞോ? നിനക്ക് ഞാൻ 2 കണ്ണുകൾ നൽകിയില്ലേ, കരുണാർദ്രമായി ആരെങ്കിലും നോക്കിയോ? നിന്നെക്കാൾ പിഷ്കൻ ആരാണുള്ളത്? നിങ്ങളൊരു പക്ഷേ ടോൾസ്റ്റോയെക്കുറിച്ച് കേട്ടിരിക്കും. ഒരു ദിവസം ടോൾസ്റ്റോയ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. അപ്പോൾ യാചകനുണ്ട് വഴി കിടക്കും, വല്ലതും തരണേന്നാണ്. അപ്പോൾ ടോൾസ്റ്റോയ്ക്ക് കൊടുക്കാൻ തോന്നി. അടുത്തുനിന്ന് പോക്കറ്റ് കയറ്റപ്പോൾ സഹായിക്കണമുണ്ടായിരുന്നു സഹോദരൻ, പക്ഷെ ഒന്നുമില്ലല്ലോ എന്നോ. അപ്പോൾ ആ യാചകൻ പറഞ്ഞു അങ്ങനെക്കെല്ലാം നൽകിയിരിക്കുന്നു. അപ്പോൾ ടോൾസ്റ്റോയ് പറഞ്ഞു ഞാനൊന്നും തന്നില്ലല്ലോ. അപ്പോൾ ആ യാചകൻ പറഞ്ഞു താങ്കൾ എന്നെ സഹോദര എന്ന് വിളിച്ചില്ലേ, ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഒരാൾ എന്നെ സഹോദര എന്ന് വിളിച്ച ഓർമ്മയില്ല എന്ന്. പ്രിയമുള്ളവരെ, കേരളത്തിലുൾപ്പെടെ ആദിവാസികളും ദലിതുകളും പിന്നാക്കക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടും സഹോദര എന്ന വിളി കേൾക്കാൻ കൊതിക്കുന്ന ജനലക്ഷങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം. ഒരു പുഞ്ചിരിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ നാടാണ്. തബസ്സുമുഖ സ്വതക, ഒരു തലോടലിന് വേണ്ടി, ഒരു സ്നേഹവാക്കിന് വേണ്ടി, ഒരാശ്വാസ വചനത്തിന് വേണ്ടി, കൊച്ചു കൊച്ചു സഹായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനകോടികളുടെ മുമ്പിൽ അവിടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെയും ഉദാരതയുടെയും ദൈവങ്ങളായി അവതരിക്കുക എന്ന ചുമതലയാണ് വിശ്വാസമൂഹത്തിനുള്ളത്. തീർച്ചയായും അങ്ങനെയാണ് ജനസേവന പ്രവർത്തനം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളെ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് വിലയിരുത്തുക എന്ന സുപ്രധാനമായ കാര്യം. ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ വ്യവസ്ഥയെ ഈ ഭൂമിയെ സ്ഥാപിക്കാനുള്ള യജ്ഞമാണ് ചെയ്യുക. എന്ന് സ്ഥാപിതമാകും എന്ന് നമ്മുടെ പ്രശ്നമല്ല. അവിടെ ഇക്ബാലിൻ്റെ ഫർഹാദ് എന്ന മനോഹരമായ കഥാപാത്രമുണ്ട്. ഫർഹാദ് തൻ്റെ കൊച്ചു പിശാത്തി കൊണ്ട് പാറമേൽ ആഞ്ഞാഞ്ഞു വെട്ടുന്നു. നടന്നു പോകുന്നു ചോദിച്ചു എന്താ ഫർഹാദ് നീ ചെയ്യുന്നത്? ഫർഹാദ് പറഞ്ഞു ഞാൻ ഈ പാറ വിളക്കാം. ഈ പാറ വിളക്കാൻ നിനക്ക് കഴിയുമോ ഫർഹാദ്? ഈ പാറ വിളക്കാൻ നിനക്ക് കഴിയാമോ ഫർഹാദ്? അതെനിക്കറിയില്ല, പക്ഷേ ഈ പാറയുടെ മറുഭാഗത്താണ് എൻ്റെ പ്രേമവാചമുള്ളത്. ഈ പാറയെ പിളർക്കാൻ വേണ്ടി ആഞ്ഞാഞ്ഞു കൊത്തുമ്പോൾ ആ ഓരോ കൊത്തും എനിക്ക് നൽകുന്ന ഒരു നിർവൃതിയുണ്ട്. അതാണ് ഞാൻ അനുഭവിക്കുന്ന ആത്മനിർവൃത്തി. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇക്ബാലിൻ്റെ ഫർഹാദ് തേടുന്ന പ്രേമവാചനം അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസുമാണ്. ഒരു പുതിയ ഇസ്ലാം പുലരുന്ന പുതിയ നീതിയുടെ ലോകമാണ്, സാമൂഹ്യ നീതി പുലരുന്ന ലോകമാണ്. പാതിരാവുകൾക്ക് ശേഷം ഈ അജ്ഞതയുടെ അന്ധവിശ്വാസത്തിന്, അനാചാരങ്ങളുടെ ജാഹിലിയത്തിൻ്റെ പാതിരാവുകൾക്ക് ശേഷം പുലരാനിരിക്കുന്ന പുതിയ നീതിയാണ് ഫർഹാദ് പ്രതീക്ഷിച്ച പ്രേമവാചം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു പുതിയ ലോകം പുലരാതിരിക്കില്ല. ഈ അജ്ഞതയുടെ, അന്ധവിശ്വാസത്തിൻ്റെ, അനാചാരത്തിൻ്റെ, അക്രമത്തിൻ്റെ, അനീതിയുടെ, ഹിംസയുടെ, കാട്ടാളത്വത്തിൻ്റെ, ക്രൂരതയുടെ ലോകത്തിന് അറുതി വരിക തന്നെ ചെയ്യും. ഒരു പുതിയ ലോകം പുലരും. അത് ഖിലാഫത്ത് മേല മിൻഹാജുർ നുബുവ എന്ന നമുക്ക് പ്രശ്നമല്ല. ആ പുതിയ ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന, പൊരുതുന്ന, അധ്വാനിക്കുന്ന, സമർപ്പിക്കുന്ന, ത്യജിക്കുന്ന മഹത്തായ ഒരു കൂട്ടമാണിത്. ആ കൂട്ടത്തിന് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, ഭാവിയെക്കുറിച്ച ശുഭപ്രതീക്ഷയോടുകൂടി ആത്മാർപ്പണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ, തുണക്കുമാറാവട്ടെ. നിങ്ങൾക്കേവർക്കും ഈ മാർഗത്തിൽ, സത്യമാർഗത്തിൽ ജീവിതം സമർപ്പിച്ച് അവൻ്റെ പ്രീതിയും പ്രയോജനം നൽകുന്ന സുഹൃതവന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.